5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? ഞാൻ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞതല്ലേ? അത് പിന്നെ സാറങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ എനിക്കങ്ങ് വിഷമമായി. കാശ് അഡ്വാൻസ് ആയിട്ട് മുഴുവനും തന്നതല്ലേ, അതാ വീട്ടിലേക്ക് കൊടുത്തുവിടാൻ ഞാൻ തീരുമാനിച്ചത്. ഓരോ പണികൾ ഒപ്പിച്ചു വെച്ചോളും. മെനക്കെടുത്താനായിട്ട് ഫോൺ വെച്ചോ. എന്താ മോനെ പ്രശ്നം? അമ്മേ, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ മാത്രമല്ല, പാറൂമിയും ഞാനും കൂടി ഇരിക്കുന്ന ഫോട്ടോ കൂടി ആ സ്റ്റുഡിയോയിൽ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരുന്നു. നേരത്തെ റെഡിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടത് കാരണം അയാൾ അത് രണ്ടും കൂടെ പൊതിഞ്ഞു കെട്ടി നേരെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടത്രേ. അയ്യോ, അതിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയും ഇല്ലേ? അത് തന്നെയാണല്ലോ പ്രശ്നവും. ആരുടെ കയ്യിൽ ആ ഫോട്ടോ കിട്ടുന്നെന്ന് എങ്ങനെ അറിയാം? എന്തായാലും അത് പൊതിഞ്ഞായിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത്. എന്തായാലും നിധിയല്ലാതെ വേറെ ആരെങ്കിലും പൊതിയഴിച്ച് നോക്കിയാലോ? നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? ഒരു കാര്യം ചെയ്യും, നിധിയെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. പെട്ടെന്ന് ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ പറയാം. എന്തുപറ്റി? നിധി ഫോൺ എടുത്തില്ലേ? അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ, ഒരു അത്യാവശ്യം വിളിച്ചെടുക്കില്ല. അമ്മേ, അതവിടെ ആരെങ്കിലും എടുത്തു നോക്കിയാൽ പ്രശ്നമാവും. ഞാനേ വേഗം വീട്ടിലേക്ക് പോട്ടെ. പോകുന്ന വഴിക്ക് നിധി ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ശരി, എങ്കിൽ വേഗം ചെല്ലേ. ശരി അമ്മ. ഇത്രയും സെല്ലോ ടേപ്പുകളെല്ലാം കൂടി ഇവന്മാരെന്തിനാ ഇതിൽ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നത്? മനുഷ്യനൊന്നും തുറന്നു നോക്കണ്ടേ? ഗ്ലാസ് ഇട്ടല്ലേ ഫ്രെയിം ചെയ്തേക്കുന്നേ. അത് പൊട്ടാതിരിക്കാൻ വേണ്ടി നന്നായി പാക്ക് ചെയ്തത്. ഇങ്ങോട്ടെന്ന് ഞാൻ ഇളക്കി തരാം. വേണ്ട, എടുത്തി വെയിറ്റ് ചെയ്യാം, ഞാൻ തന്നെ അഴിക്കാം. എന്തൊരു പാടാ ഇത്. എന്താ ഗൗതം? നീ ഇത് എവിടെ പോയേക്കുവാ? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു. ഫോണും കളഞ്ഞിട്ട് എവിടെയും കൂടെ പോയി കിടന്നോളൂ. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിധി, ഒരു പ്രശ്നമുണ്ട്. ആ സ്റ്റുഡിയോക്കാരൻ ആ 2 ഫ്രെയിം ചെയ്ത ഫോട്ടോകളും വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതിലൊന്ന് ഞാനും നിർമ്മലാമ്മയും ഒന്നിച്ച് നിൽക്കുന്നതാ. അതെങ്ങാനും നിവൃത്തി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നാണോ? അമ്മയെങ്ങാനും അത് അഴിച്ചു നോക്കി കാണുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഈ പാക്കിംഗ് ഇത്തിരി കടുപ്പമായി പോയി. അവന്മാരെ തന്നെ വിളിച്ചിട്ട് അഴിച്ചു തരാൻ പറയേണ്ടതാ. നിധി, നീ ഇപ്പൊ എവിടെ നിൽക്കുക? ഞാനിപ്പോ റൂമിലാ ഗൗതം. ഞാനൊന്ന് ഫ്രഷ് ആവുമായിരുന്നു. ഫോൺ റിങ് ചെയ്തത് കേട്ടില്ല. നീ വേഗം ഒന്ന് താഴേക്ക് ചെല്ല്. എന്നിട്ട് ആ ഫോട്ടോ അവിടെ ഉണ്ടെങ്കിൽ അത് വേഗം എടുത്ത് മാറ്റം അവിടെ നിന്ന് ചെല്ല്. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പോവാം. ഇനിയുണ്ടല്ലോ ഒരു കവറ്. ആന്റി, അതൊരു ഫോട്ടോയാ. ഗൗതം ഫ്രെയിം ചെയ്യാൻ കൊടുത്തതാ. അതിനെന്താ കുഴപ്പം? ഞാനിത് അഴിച്ചു നോക്കാൻ പാടില്ല. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ആന്റി ഇതാ, ഞാൻ അഴിച്ചു തരാം. നീ വിട്ടേ നിധി, എനിക്കറിയാം ഇതിൽ എന്താണെന്ന് അഴിച്ചു നോക്കാൻ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ.